ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് ബിരിയാണി റൈസ് വെച്ചിട്ടുണ്ട്, മുട്ട വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, പിന്നെ നമ്മുടെ വലിയ ഉള്ളി, ഒരു പകുതി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഞാൻ പറഞ്ഞു, പിന്നെ കൊത്തമല്ലി ഇല എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബിരിയാണി റൈസാണത്. വെണ്ണ, ഉപ്പ്, പിന്നെ നമുക്ക് സോയാ സോസ്, പിന്നെ ഗ്രീൻ ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ് എല്ലാം വെച്ച് നമുക്കൊരു വെജിറ്റബിൾ എഗ് റൈസ് ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തരാം. ആദ്യം അത് വെച്ചിട്ട് പാത്രം വെച്ച് നമുക്ക്, ഞാനിപ്പോൾ ഇതോട് യൂസ് ചെയ്യണം കേട്ടോ. ഗോൾഡ് വിന്നർ ഓയിൽ യൂസ് ചെയ്യണം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. അതിട്ടു. പിന്നെ ഒരു കഷ്ണം വെണ്ണ, ഒരു പീസ്, ചെറിയൊരു പീസ് വെണ്ണ, ഒരു ടേസ്റ്റിന്. രണ്ടും കൂടിയിട്ട് ആവുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. ചെറുതി യൂസ് ചെയ്യുക, വെണ്ണ വേണ്ടാത്തവർക്ക് വെണ്ണ യൂസ് ചെയ്യണ്ട. ഓക്കെ, നമ്മൾ ആദ്യം വലിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇട്ടു. ഒന്ന് സോട്ട് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് വെജിറ്റബിൾസ് ഇടാം. ഓക്കെ, നല്ലോണം ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ബീൻസും ക്യാരറ്റ്. നിങ്ങൾ കുറച്ചുകൂടി കുട്ടിയായിട്ട് മുറിക്കണമെങ്കിൽ ചെറുതായിട്ട് മുറിച്ചോളൂ കേട്ടോ. ഞാൻ ഒന്ന് ചെത്തിയിട്ട് മുറിച്ചിട്ടു. പിന്നെ ക്യാബേജ്, കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനേ. വെജിറ്റബിളും ഉണ്ട്, മുട്ടയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അധികം എരിവില്ല. ഞാൻ ഇപ്പോൾ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. നല്ലോണം വഴറ്റി കൊടുക്കും. ഉപ്പിടാം, വേണ്ട ആവശ്യത്തിനുള്ള. നമുക്ക് എത്ര, ഞാനിപ്പോൾ കണക്കൊന്നും പറയില്ല. ഒന്ന് വഴറ്റാനുള്ള ഉപ്പ് ആദ്യം ഇടുന്നത്, കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ഇടാം. എല്ലാം വഴണ്ടി വരട്ടെ. അടച്ചു വെക്കണം കേട്ടോ, കരിയാൻ പാടില്ല. ഒന്ന് വഴണ്ടി വരണം. എല്ലാം അധികം വേവുള്ളതല്ലല്ലോ പച്ചക്കറി, അതുകൊണ്ട് കരിയാതെ നോക്കണം. പിന്നെ ഒരു ഗ്ലാസ് കൂടി ഒഴിച്ചു. പിന്നെ ഞാനിപ്പോൾ അരിയിൽ അതിലിപ്പോൾ 4 ഗ്ലാസ് ഉണ്ട് ഇതിൽ, അപ്പോൾ 6 ഗ്ലാസ് ആയോ. അരിയും ഒക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കാം. പിന്നെ അതിന് വേണ്ട ഉപ്പ് നോക്കിയിട്ട് ആ ഉപ്പ് നമുക്ക് ഇടാം. ഒരു പീസ് കൂടി വെണ്ണയിട്ട്, ഉപ്പില്ല എന്നുവെച്ചാൽ നമ്മൾ അതിനെല്ലാം ഇട്ടിട്ടുള്ളൂ, വെള്ളത്തിലും വേണ്ടേ. അപ്പം കുറച്ച് കൂടി ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഓക്കെ, കൊത്തമല്ലി ഇലയും കുറച്ച് വേണ്ടവരിട്ടാൽ മതി കേട്ടോ, ഇഷ്ടമില്ലാത്തവരിടണ്ട. ഞാൻ കുറച്ചിട്ടു. എന്നിട്ട് നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം, വേവട്ടെ. ഓക്കെ, അടച്ച് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് വേവട്ടെ. അതിപ്പോൾ ഇതാ അടുത്ത അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അപ്പോൾ ആ സമയത്ത് മുട്ട ചിക്കിയെടുക്കാം. മുട്ടയിൽ ഒന്നും ഇടില്ല, വെറും കുറച്ച് ഉപ്പ്, മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഫ്രഷ് കുരുമുളക്. അതും ഇട്ടിട്ട്
നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. അതാവുമ്പോഴേക്ക് ഇടാനുള്ളതാട്ടോ. നമുക്ക് ചിക്കിയെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക്, കുറച്ച് ചില്ലി സോസ്, ഒട്ടും എരിവില്ല, കുറച്ചെങ്കിലും അധികം വേണ്ട. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ്, ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. ചിലർ പഞ്ചസാര ഇടും കേട്ടോ, കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിരിക്കും. ലാസ്റ്റിൽ സ്പ്രിംഗ് ഓണിയൻ കുറച്ചിട്ടിട്ട് നമ്മുടെ മുട്ട ചിക്കിയതും കൂടിയിട്ട അടിപൊളി വെജിറ്റബിൾസും ആയി, മുട്ടയും ആയി, എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സിങ്. നന്നായിരിക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഇട്ട് കൊടുക്കാൻ. നമുക്ക് ലഞ്ചിനെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നാളെ ഞാൻ ലഞ്ച് ബോക്സിലാക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതിനൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അതിന് ഞാനിപ്പോൾ സൈഡ് ബ്രിഞ്ചോൾ കറി, സാലഡ്, നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.